അനിരുദ്ധിനെ വിമർശിച്ച് വിവാദത്തിലായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ തമാൻ വീണ്ടും വിവാദത്തിലേക്കോ? ഒത്തിരി വിമർശനങ്ങൾ നേരിട്ട OG എന്ന് പറയുന്ന പവൻ കല്യാൺ മൂവിയുടെ ബോക്സ് ഓഫീസ് കളക്ഷന് എന്ത് സംഭവിച്ചു? പവൻ കല്യാണിന് വേണ്ടി സിംബു പാടിയ പാട്ട് OG-യിൽ നിന്ന് എന്തിനാണ് റിമൂവ് ചെയ്തത്? അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പുത്തൻ പുതു മൂവി അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന മൂവി ഡയറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മുസ്തു. വെൽക്കം ടു MKM ഡയറീസ്. പവൻ കല്യാണ നായകനാക്കി 250 കോടി ബഡ്ജറ്റിൽ തയ്യാറായിട്ടുള്ള പടമാണ് ദേ കോൾ ഹിം OG. ഈ പടം തിയേറ്ററുകളിൽ റിലീസ് ആവുകയും അത്യാവശ്യം നല്ല ക്രിറ്റിസിസം നേരിടുകയും ചെയ്തിട്ടുള്ള പടമായിരുന്നു. ഈ പടത്തിന് വേണ്ടി പവൻ കല്യാൺ നൽകപ്പെട്ടിട്ടുള്ള സാലറി 100 കോടിയാണ്. ഇതിൽ അഭിനയിക്കാൻ വേണ്ടി ബോളിവുഡ് നടൻ ഇമ്രാൻ ഹാഷ്മിക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളത് 20 കോടിയും ഇതിൽ ഡയറക്ടർ ആയിട്ടുള്ള സുജീതിന് നൽകിയിട്ടുള്ള സാലറി 10 കോടി രൂപയുമാണ്. അങ്ങനെ ടോട്ടൽ 250 കോടി ബഡ്ജറ്റിലാണ് ഈ പടം തയ്യാറായിട്ടുള്ളത്. അത്യാവശ്യം എക്സ്പെക്ടേഷൻ ഉള്ള പടം ആയതുകൊണ്ട് തന്നെ ആദ്യ ദിനം ഈ പടം കളക്ട് ചെയ്ത് 150 കോടിയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഇതിന്റെ കളക്ഷൻ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യായിരുന്നു. കാരണം അറിയാലോ ഇതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. പടം റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് ഏറെക്കുറെ 8 ദിവസത്തോളമായി. 8 ദിവസത്തിനുള്ളിൽ 250 കോടിയോളം രൂപ ഈ പടം ഗ്രോസ് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഗ്രോസ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ടാക്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നെറ്റ് കളക്ഷൻ ആയിട്ട് 150 കോടിയോളം രൂപയാണ് കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഈ പടത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് 90 കോടി രൂപക്ക്. അതുപോലെ തന്നെ ഓഡിയോ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് സോണി മ്യൂസിക് ഇന്ത്യ ആണ് 15 കോടി രൂപക്ക്. ഈ പടം ബ്രേക്ക് ഈവൻ ആവും എന്നുണ്ടെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് നല്ലൊരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ പടത്തിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. ഫസ്റ്റ് ഡേ ഈ പടത്തിന്റെ കളക്ഷൻ 150 കോടിയായിരുന്നു. പിന്നീട് ഉണ്ടായിട്ടുള്ള റെസ്പോൺസും റിവ്യൂവും കാരണം ഈ പടത്തിന്റെ കളക്ഷൻ പറ്റ താഴേക്ക് പോയി 21 കോടിയായിട്ട് മാറി രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസമായപ്പോൾ 30 കോടിയിലേക്ക് മാറി. നാലാമത്തെ ദിവസം 26 കോടി 15 ലക്ഷത്തിലേക്ക് എത്തി. അഞ്ചാമത്തെ ദിവസമായപ്പോൾ 12 കോടി 65 ലക്ഷം. ആറാമത്തെ ദിവസം 12 കോടി 15 ലക്ഷം. ഏഴാമത്തെ ദിവസമായപ്പോഴേക്കും 11 കോടി. അങ്ങനെ ടോട്ടൽ 8 ദിവസമായപ്പോഴേക്കും ഈ പടം 250 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ പടത്തിന്റെ നെറ്റ് കളക്ഷൻ ഏറെക്കുറെ 150 കോടിയോളം രൂപ മാത്രമേ വരുള്ളൂ. ഇനി ഈ പടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു ഒരു വിവാദം എന്ന് പറയുന്നത് ഈ പടത്തിലെ മ്യൂസിക് ഡയറക്ടർ S തമാൻ ആയിരുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സോങ്സ് നൽകിയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് S തമാൻ. അദ്ദേഹം പവൻ കല്യാൺ നായകനാവുന്ന OG എന്ന് പറയുന്ന പടത്തിന് വേണ്ടി 2 സോങ് പാടാനായിട്ട് തമിഴ് നടനായിട്ടുള്ള സിംബുവിനെ വിളിക്കുകയും അദ്ദേഹത്തെ വെച്ച് 2 പാട്ട് പാടിപ്പിക്കുകയും ചെയ്തു. അതിലൊരു സോങ് ആയിരുന്നു ഫയർ സ്റ്റോം എന്ന് പറയുന്ന സോങ്. മറ്റൊരു പാട്ട് ഏതെന്ന് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ 2 പാട്ടും ഓഡിയോ റിലീസായ സമയത്തോ അല്ലെങ്കിൽ തിയേറ്ററിൽ പടം റിലീസായ സമയത്തോ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാട്ട് പാടിച്ചിട്ട് എന്തുകൊണ്ട് ഈ പാട്ട് റിലീസ് ആയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി നടൻ ഒരു ദിവസത്തെ തന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് തമാന് വേണ്ടി മാത്രമായിട്ട് ഈ പാട്ട് പാടി കൊടുക്കാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിജയ് നായകനായ വാരിസ് എന്ന് പറയുന്ന പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ S തമാൻ ആയിരുന്നു. ഈ പടത്തിൽ തീ തളപതി എന്ന് പറയുന്ന പാട്ട് സിംബു പാടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒത്തിരി പാട്ട് സിംബു തമാന് വേണ്ടി പാടിയിട്ടുണ്ട്. അത് വളരെ പാട്ടുകളും ബാദിഷ എന്ന് പറയുന്ന പാട്ട്, അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഹിറ്റുമായി മാറിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ പടത്തിൽ നിന്നും പാടിയ 2 പാട്ടുകൾ ഇദ്ദേഹം റിമൂവ് ചെയ്തു എന്നതിന് വ്യത്യസ്തമായിട്ടുള്ള റീസൺ സിനിമാ നിരൂപകർക്കിടയിലുണ്ട്. അതിൽ പ്രധാന റീസൺ ആയിട്ട് പറയുന്നത് സിംബു വെട്രുമാരൻ കോമ്പിനേഷനിൽ വരുന്ന മൂവിക്ക് മ്യൂസിക് ഡയറക്ടറായിട്ട് തമാൻ പ്ലേസ് ചെയ്യണം എന്ന റിക്വസ്റ്റ് തമാൻ സിംബുവിന്റെ അടുത്ത് വെക്കുകയും പക്ഷേ ഈ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് അനിരുദ്ധിനെ തന്നെ വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. ഈ അനിരുദ്ധും തമാനും ഓൾറെഡി ഒരു റിവൽറി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തനിക്ക് പകരം അനിരുദ്ധിനെ പ്ലേസ് ചെയ്ത് തമാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും അതുകൊണ്ടാണ് സിംബു പാടിയ പാട്ട് പടത്തിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ പറയുന്നത്. OG പടത്തിന്റെ റിലീസിന് മുമ്പ് OG പടത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് തമാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് അനിരുദ്ധും തമനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കാരണമായിട്ട് ആളുകൾ പറയുന്നത്. ആ ഇന്റർവ്യൂവിൽ തമൻ പറഞ്ഞ കാര്യം ഇത്രയായിരുന്നു: അനിരുദ്ധിന്റെ ബീസ്റ്റ്, ലിയോ, ജയിലർ എന്നീ ചിത്രങ്ങളിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ മറികടക്കും എന്റെ OG എന്ന് പറയുന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം അനിരുദ്ധിനെ അറ്റാക്ക് ചെയ്ത പോലെയാണ് ഇതിനെ നെറ്റിസൺസ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം പിന്നീടുള്ള റിലീസിന് ശേഷമുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ആ പ്രസ്താവന തീർച്ചും സൗഹൃദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണെന്നും ഞാനും അനിരുദ്ധും തമ്മിൽ നല്ല കണക്ഷൻസ് ആണ്, ഞങ്ങൾ തമ്മിൽ ക്രിക്കറ്റ് കളിക്കാനും മറ്റും ഒരുമിച്ച് കൂടാറുണ്ടെന്നും ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും ഞങ്ങൾ തമ്മിൽ സൗഹൃദപരമായിട്ടുള്ള ഒരു മത്സരം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സിംബു ആയിട്ടുള്ള ഈ പ്രശ്നം ഇതിലേക്ക് കൂട്ടിക്കെട്ടുന്ന സമയത്ത് അതിനകത്ത് സത്യമുണ്ടോ എന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമാണ് എന്നുള്ള രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ ഈ പടത്തിൽ നിന്നും ഈ 2 പാട്ടുകൾ മാറ്റി പാടിപ്പിക്കുന്നതിന് മറ്റു പല റീസണുകളും ഉണ്ടായിരിക്കാം. പക്ഷെ ആളുകൾ വിവാദത്തിന് പുറകിലായതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങളുടെ കൂടെ പോകാനായിരിക്കും ആളുകൾക്ക് താല്പര്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡെബ്സി മാർക്കോ എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ട് പാടിയ പാട്ട് മാറ്റി മറ്റൊരാൾ പാടിപ്പിച്ച സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഒത്തിരി സിനിമാ ഫീൽഡിൽ നടക്കുന്നതാണ്. പക്ഷെ ഒരു പ്രമുഖ നടനെ കൊണ്ട് പാടിപ്പിച്ചിട്ട് ആ ട്രാക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ഒത്തിരി ഫിനാൻഷ്യൽ റിസ്ക് ഉള്ള കാര്യമാണ്. എന്നിട്ട് പോലും അതിന് തയ്യാറായി. മാത്രമല്ല ഭയങ്കര സൗഹൃദത്തിലുള്ള അദ്ദേഹത്തിന് എങ്ങനെ പാടാൻ കഴിയും, അദ്ദേഹത്തിന് എങ്ങനെ പാടാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ കാലിബർ എന്തെന്ന് തീർച്ചയായിട്ടും അറിയുന്ന ഒരുപാട് സക്സസ്ഫുൾ സോങ്സിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള 2 ആളുകൾക്കിടയിലാണ് ഇങ്ങനെ കാര്യം സംഭവിച്ചത് എന്നുള്ളത് തീർത്തും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതുപോലുള്ള ഒത്തിരി സിനിമ റിലേറ്റഡ് ന്യൂസ് നമ്മൾ പറയാറുണ്ട്. സിനിമ അപ്ഡേഷൻസും മറ്റു വല്ല വീഡിയോസും നമ്മുടെ ചാനലിൽ ചെയ്യാറുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഓക്കെ, ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ മുസ്തു സൈനിങ് ഓഫ്.